അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു അക്ബർ. ജന്നത്തുൽ ബഖീയിൽ നടന്ന ആ സംഭവം കണ്ടുനിന്നവർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. കണ്ടവർ സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലുകയും മുത്തുനബിയുടെ മേൽ സ്വലാത്തുകൾ ചൊല്ലുകയും ചെയ്ത സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ആ വാർത്തയാണ് ഇന്നു നമ്മൾ സംസാരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മദീന പള്ളിയിൽ റൗളയുടെ അനുഗ്രഹീതമായ അന്തരീക്ഷത്തിൽ ജനങ്ങൾ ഇഫ്താറിനായി കാത്തിരിക്കുമ്പോൾ ഒരു സ്ത്രീ മാത്രം പതിവായി ജന്നത്തുൽ ബഖീയിലേക്ക് നടന്നു പോകുമായിരുന്നു. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഖബ്റിനരികിൽ പോയിരുന്നാണ് അവർ നോമ്പു തുറക്കാറുള്ളത്. പലരും അത് ശ്രദ്ധിച്ചു. എന്തിനാണ് മസ്ജിദുൻ നബവിയിലെ ഇഫ്താർ ഒഴിവാക്കി ഈ സഹോദരി ഇവിടെ വന്നിരിക്കുന്നത് എന്നു ചിലർ ചോദിച്ചു. പക്ഷേ അവരാരോടുമൊന്നും മിണ്ടിയില്ല. ഉപ്പും പച്ചവെള്ളവും മാത്രം ഉപയോഗിച്ചായിരുന്നു അവരുടെ നോമ്പുതുറ. നോമ്പു തുറക്കുന്ന സമയമായാൽ അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ ധാരധാരയായി ഒഴുകും. എന്തോ വലിയ വിഷമം അവർ അല്ലാഹുവിനോട് പറയുകയാണ്. ശേഷം ഉപ്പുവെള്ളം കുടിച്ചു നോമ്പു തുറന്ന് അവർ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോകും. ആദ്യം ആളുകൾ കരുതിയത് അവർക്ക് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോടുള്ള പ്രത്യേക സ്നേഹം കൊണ്ട് ചെയ്യുന്നതാകും എന്നാണ്. പക്ഷെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കയ്യിൽ ഒരു ഗ്ലാസ് വെള്ളവും ഉപ്പും മാത്രമായി ആ സ്ത്രീ വരുന്നത് പതിവായപ്പോൾ ആളുകൾക്ക് കൗതുകമായി. അങ്ങനെയിരിക്കെ ഒരു ദിവസം പതിവ് പോലെ വെള്ളവും ഉപ്പുമായി ബഖീയിലേക്ക് കടക്കാൻ ശ്രമിച്ച ആ സ്ത്രീയെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ തടഞ്ഞു. ഇനി മുതൽ ദിവസവും ഉള്ളിൽ കയറാൻ അനുവാദമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതു കേട്ടയുടനെ ആ സ്ത്രീ പൊട്ടിക്കരഞ്ഞു. തന്നെ അകത്തേക്ക് വിടണമെന്ന് അവർ കെഞ്ചി അപേക്ഷിച്ചു. അനുവാദം കിട്ടില്ലെന്നുറപ്പായപ്പോൾ അവർ ഗേറ്റിനു പുറത്തിരുന്ന് ആകാശത്തേക്ക് കൈകൾ ഉയർത്തി അല്ലാഹുവിനോട് കരഞ്ഞു ദുആ ചെയ്യാൻ തുടങ്ങി. ആ കാഴ്ച കണ്ട് ഉദ്യോഗസ്ഥന്റെ പോലും മനസ്സ് അലിഞ്ഞുപോയി. ഒടുവിൽ അദ്ദേഹം അവർക്കകത്തേക്ക് പോകാൻ അനുവാദം നൽകി. അവർ വീണ്ടും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഖബ്റിനരികിലിരുന്നു നോമ്പു തുറന്നു. തിരിച്ചുവരുമ്പോൾ അവിടെ കൂടിയിരുന്ന ചില സ്ത്രീകൾ അവരെ തടഞ്ഞു നിർത്തി കാര്യം തിരക്കി. എന്തിനാണ് നിങ്ങൾ എന്നും ഉപ്പും വെള്ളവും മാത്രം കഴിച്ച് ഇവിടെ വന്നിരിക്കുന്നത്? വല്ല നേർച്ചയുമാണോ? കണ്ണീർ തുടച്ചുകൊണ്ട് ആ സ്ത്രീ പറഞ്ഞു, എനിക്കിവിടെ വന്ന് നോമ്പു തുറക്കുമ്പോൾ വലിയ സമാധാനം ലഭിക്കുന്നു. സ്ത്രീകൾ നിർബന്ധിച്ചപ്പോൾ പച്ച കുബ്ബ നോക്കി അവർ പറഞ്ഞു, ഞാൻ വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്നാണ്. റമളാൻ തുടങ്ങുന്നതിന് കുറച്ചു മാസം മുമ്പാണ് എന്റെ ഭർത്താവ് മരിച്ചത്. വീട്ടിൽ ഭക്ഷിക്കാൻ ഒന്നുമില്ല. ദിവസങ്ങളായി പട്ടിണിയാണ്. പലരോടും സഹായം ചോദിച്ചു. പക്ഷേ ആരും തിരിഞ്ഞു നോക്കിയില്ല. വിശപ്പ് സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഞാൻ ഉപ്പും വെള്ളവുമായി ഇവിടെ വന്നു. ഇവിടെ വന്ന് നോമ്പു തുറക്കുമ്പോൾ ആ ഉപ്പുവെള്ളം കുടിച്ചാൽ പോലും എന്റെ ശരീരത്തിന് വല്ലാത്തൊരു ശക്തി കിട്ടുന്നത് പോലെ തോന്നും. ഇതു കേട്ട് കൂടി നിന്നവർ അത്ഭുതപ്പെട്ടു. വെറും വെള്ളവും ഉപ്പും കഴിച്ച് എങ്ങനെ ഒരാൾക്ക് ജീവിക്കാൻ കഴിയും? ചിലർക്ക് അത് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു. അവർ ആ സ്ത്രീയെ സംശയത്തോടെ നോക്കി. എന്നാൽ പിറ്റേ ദിവസവും ആ സ്ത്രീ പതിവ് പോലെ എത്തി. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഖബറിനരികിലിരുന്ന് കൈകൾ ഉയർത്തി അവർ തേടി, യാ അല്ലാഹ്, എന്റെ കഷ്ടപ്പാടുകൾ നീ മാറ്റണമേ. മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടാൻ എനിക്ക് നീ ഇടവരുത്തരുതേ നാഥാ. ദുആ കഴിഞ്ഞ മുഖം തുടച്ച് കണ്ണു തുറന്ന ആ സ്ത്രീ അമ്പരന്നുപോയി. തന്റെ തൊട്ടുമുന്നിൽ വിഭവസമൃദ്ധമായ ഭക്ഷണം നിറഞ്ഞ ഒരു വലിയ താലമിരിക്കുന്നു. 7 തരം ഭക്ഷണങ്ങളും പഴങ്ങളും ഡ്രൈ ഫ്രൂട്ട്സും അടങ്ങിയ ആ താലം തനിക്ക് വേണ്ടി ആരോ കൊണ്ടുവച്ചതുപോലെ. ആ പരിസരത്ത് ആരുമില്ല. ജന്നത്തുൽ ബഖീയിലെ ഗാർഡുകളും പുറത്തുനിന്നവരും ഇത് കണ്ട് അത്ഭുതപ്പെട്ടു. ഭൂമിയിലെ ഒരു ഭക്ഷണത്തിനുമില്ലാത്ത സ്വർഗീയമായൊരു സുഗന്ധം ആ ഭക്ഷണത്തിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. ആരാണെനിക്കിത് കൊണ്ടുവന്നത് എന്ന സ്ത്രീ ചോദിച്ചപ്പോൾ അവിടെയുണ്ടായിരുന്ന ഒരു വൃദ്ധൻ പറഞ്ഞു, മകളെ, ഇത് അല്ലാഹുവിൻ്റെ അത്ഭുതമാണ്. നിനക്കുവേണ്ടി അല്ലാഹു നേരിട്ട് എത്തിച്ചു നൽകിയ ഭക്ഷണമാണിത്. ഇത് കേട്ട ആ സ്ത്രീ അല്ലാഹുവിന് സുജൂദ് ചെയ്തു. ഈ അത്ഭുത സംഭവം അറിഞ്ഞെത്തിയ ഒരു സമ്പന്നനായ മനുഷ്യൻ ആ സ്ത്രീയുടെ സംരക്ഷണം ഏറ്റെടുക്കുകയും അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. അന്ന് ആ സ്ത്രീ വിതുമ്പിക്കൊണ്ടു പറഞ്ഞു, മറിയം ബീവിക്ക് സീസണല്ലാത്ത പഴങ്ങൾ നൽകിയ എന്റെ റബ്ബ് പാപിയായ എനിക്കും ഭക്ഷണം നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, മസ്ജിദുൻ നബവിയുടെ കിഴക്ക് ഭാഗത്താണ് പവിത്രമായ ഹുജ്റ അഥവാ പ്രവാചകന്റെ വീട് സ്ഥിതി ചെയ്യുന്നത്. ആയിഷ ബീബിയുടെ വീടായിരുന്നു അത്. അവിടെയാണ് മുത്തുനബിയെ ഖബറടക്കിയത്. തൊട്ടടുത്ത് തന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ഉമർ റളിയല്ലാഹു അൻഹുവിനെയും ഖബറടക്കി.
സ്വന്തം ഭർത്താവും പിതാവുമായതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹിസ്സലമയുടെയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഖബറുകൾക്കിടയിൽ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ മറ കെട്ടിയിരുന്നില്ല. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹുവിനെ അവിടെ ഖബറടക്കിയപ്പോൾ അദ്ദേഹം അന്യപുരുഷനായതുകൊണ്ട് ആയിഷ ബീബി ആ ഖബറുകൾക്കിടയിൽ ഒരു മതിൽ പണിയുകയുണ്ടായി. അത്രയേറെ സൂക്ഷ്മതയോടെ ജീവിച്ച മഹദിയായിരുന്നു അവർ. അല്ലാഹു നമ്മെയും ആ പുണ്യഭൂമിയിലെത്തിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.